ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. ഞങ്ങളെ ഒരു ടീമായിട്ട് നേപ്പാളിന്റെ അതിർത്തിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ അവിടെ കാണുന്നതാണ് നേപ്പാള്. ഈ ഗേറ്റിനപ്പുറമാണ് ഇന്ത്യ. അങ്ങനെ കൃപയാൽ സുവിശേഷ ബന്ധത്തില് ഞങ്ങൾക്ക് നേപ്പാളിന്റെ ഭാഗത്ത് എത്തിച്ചേരാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ അടുത്ത് നിൽക്കുന്നത് സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്ത് 2028 വരെയും തനിക്ക് ജോലി ചെയ്യാമായിരുന്നു. തൻ്റെ ഭാര്യ ഷോബി, അവർ രണ്ടുപേരും ഇപ്പോൾ ഇന്ത്യ മിഷനുള്ള ബന്ധത്തിലെ ഗ്രാമങ്ങളിൽ അവരെ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലെ അവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ നേഴ്സ് ആയതുകൊണ്ട് മെഡിക്കലായിട്ട് പല കാര്യങ്ങൾ അറിയാം. ആ ഫോട്ടോ എടുക്കുന്നത് ഭാഷ അനിൽകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. അവരെ ഹൈദരാബാദിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ബീഹാറിനെ പറ്റി ഒരു ദർശനമുണ്ടായി. അങ്ങനെ ബീഹാറിൽ എത്തിച്ചേരാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ കടന്നു വന്ന് ഇങ്ങനെ ഇവരുമായിട്ട് പലയിടങ്ങളിൽ പോകുവാനും കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഈ കാണുന്ന നേപ്പാള് 1930 ഡെങ്കൻ എന്ന ഒരു സായിപ്പ് ഡോക്ടറായിരുന്നു. അദ്ദേഹം നേപ്പാളിലെ ആശുപത്രി പണിയാൻ വേണ്ടി കടന്നു വന്നു. പക്ഷെ അവിടുത്തെ രാജാവ് സമ്മതിച്ചില്ല. ഇതിന്റെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡെങ്കൻ ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റൽ, വലിയൊരു ഹോസ്പിറ്റലുണ്ട്. അതിപ്പോൾ മിഷൻ ഹോസ്പിറ്റലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അവിടെയും പോയി ആശുപത്രിയൊക്കെ സന്ദർശിപ്പാനിടയായി തീർന്നു. 1950 വരെയും ഒരു സുവിശേഷത്തിന്റെ പ്രതി ഈ നേപ്പാളി കയറ്റുവാൻ ആ രാജാവ് അനുവദിച്ചില്ല. അനേക വർഷങ്ങൾക്ക് മുമ്പേ സാധു സുന്ദർ സിംഗ് മാരാമൻ കണ്ണേഷ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നേപ്പാളിൽ സുവിശേഷത്തിന്റെ വാതിൽ അടഞ്ഞിരിക്കുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. റാന്നിന്ന് 2 വയസ്സുള്ള ഒരു കൈക്കുഞ്ഞുമായി ഒരമ്മ ആ പന്തല് യോഗത്തിൽ കടന്നു വന്നിരുന്നു. ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞിനെ നേപ്പാളിലേക്ക് തരുന്നു. അദ്ദേഹം ഒരു സുവിശേഷനായി 1952 നേപ്പാളിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അങ്ങനെ 1952 മുതൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും നേപ്പാളിൽ ഉണർവുണ്ടായത് 2000-ലാണ്. അതിനു മുമ്പേ സഭകൾ കുറവായിരുന്നു. സഭ വർദ്ധിക്കാൻ തുടങ്ങി. എങ്ങനെ ചോദിച്ചാൽ ആഴ്ച 10 പേര് വന്നു കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച 10ആയി, പിന്നെ 20ആയി, 30ആയി. കേൾക്കണമോ? ഇന്ന് നമ്മുടെ കേരളത്തിന്റെ 4 ഇരട്ടി വലിപ്പമുള്ളതായ നേപ്പാൾ ഹിന്ദു രാജ്യമെന്നാണ് ലോകം അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് 30 ലക്ഷം വിശ്വാസികൾ ഈ നേപ്പാളിലുണ്ട്. ഞാൻ പലവട്ടം നേപ്പാളിന്റെ ഉൾപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും പോയിട്ടുണ്ട്. 3000 പേര് കൂടുന്നതായ ഒരു വലിയ ചർച്ച ഇതിനപ്പുറത്തുണ്ട്. 3000 പേര് നിസ്സാരമായ കാര്യമാണോ? ഹിന്ദുക്കളായിരിക്കുന്ന ആളുകൾ യേശുവിനെ അറിയുവാനിടയായി തീർന്നു. നേപ്പാളിൽ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ സെൻട്രിൽപ്പെട്ട 2 ദൈവദാസന്മാർ, ടോണി തോമസ്, ബിടെക് കഴിഞ്ഞതായിരുന്നു, നല്ല വിദ്യാഭ്യാസമുള്ള ആള്, അനൂപ്, അവർ 2 പേരും തൃശ്ശൂർ വെസ്റ്റ് സെൻട്രിൽപ്പെട്ടവരായിരുന്നു. നേപ്പാളിനെ പറ്റി ദർശനം ഉണ്ടായിട്ട് അവർ നേപ്പാളിൽ കടന്നു വന്ന്